മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ അമ്മു സജീവിന്റെ മരണത്തിൽ കോളേജ് പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യുന്നതിൽ നടപടിയായില്ലെന്ന് കുടുംബത്തിന്റെ പരാതി. പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സിഫാസ് ഡയറക്ടർ പി ഹരികൃഷ്ണനോട് ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുത്തില്ല. കുട്ടികൾക്കിടയിലുള്ള പ്രശ്നത്തിന് ബന്ധപ്പെട്ടവരെ മാത്രം വിളിച്ച് കൌൺസിലിംഗ് നൽകുന്നതിന് പകരം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും ഒരുമിച്ചിരുത്തി കൌൺസിലിംഗ് ചെയ്തത് അമ്മുവിനെ മാനസികമായി തളർത്തിയെന്നും കുടുംബം പറയുന്നു. പ്രിൻസിപ്പലിനെ മാറ്റണമെന്ന് തന്നെ പറഞ്ഞു. പ്രിൻസിപ്പലിനെ മാറ്റിക്കൂടെ എന്നാണ് ചോദിച്ചത്. അതും അദ്ദേഹം ഇതുവരെ കൈക്കൊണ്ടില്ലല്ലോ. 14-ാം തീയതി അമ്മു നമ്മൾ വിളിക്കുമ്പോൾ പറഞ്ഞത് സൈസാറിനെ സൈക്കാട്രിയിലെ സൈസാറിനെ കാണണമെന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് അവൾ അദ്ദേഹത്തിൻ്റെ റൂമിൽ ചെന്നപ്പോൾ അദ്ദേഹം നേരത്തെ പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഈ 50 പിള്ളേരെ ഒരുമിച്ചിരുത്തി ഒരു സൈസാർ എന്തോ കൗൺസിൽ ചെയ്ത് കൗൺസിലിംഗ് നടത്തിയതിന് ശേഷം ഇവൾ സാറിൻ്റെ റൂമിൽ ചെന്നു എന്ന് പറഞ്ഞു. അന്നേരം ഈ 3 പെൺകുട്ടികളും ബാക്കിൽ ചെന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത്. അവിടെ വെച്ച് എന്താ നടന്നതെന്നുള്ളത് ഇനിയിപ്പം സൈസാറിൻ്റെ മൊഴിയെ ആശ്രയിച്ചിരിക്കും. സൈസാറിനെ ചോദ്യം ചെയ്താലേ അത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതിന് ശേഷമാണ് ഇവൾ ഹോസ്റ്റലിലോട്ട് പോയത് ഇതൊക്കെ സംഭവിക്കുന്നത്. അമ്മു ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ചതിൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു. സഹപാഠികളായ അലീന, അഷിത, അഞ്ജന എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. വിവരങ്ങളുമായി അരുൺ സോളമനും പ്രവീൺ പുരുഷോത്തമനും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അരുൺ സോളമനിലേക്ക്. അരുൺ സോളമൻ, ഇപ്പോൾ അമ്മുവിന്റെ അച്ഛൻ സജീവൻ പറയുന്ന കാര്യങ്ങൾ അത് അമ്മുവിന്റെ മരണത്തിലേക്ക് നയിച്ച വിഷയമായി തന്നെ അവർ ഉയർത്തിക്കാട്ടുകയാണ്. അമ്മുവിന് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ കുടുംബം ഉന്നയിക്കുന്ന കാര്യങ്ങളിലെല്ലാം പരിശോധന നടക്കേണ്ടതുണ്ട്. കുടുംബം എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ തുറന്നു പറയുന്നത്? സുജയ, പ്രധാനമായിട്ടും അമ്മു സജീവിൻ്റെ അച്ഛൻ സജീവ് പ്രധാനമായും ആവശ്യപ്പെടുന്നത് 2 പ്രധാനപ്പെട്ട അന്വേഷണങ്ങളാണ്. ഇതിൽ പ്രധാനമായും ഒന്ന്, അമ്മു സജീവ് കോളേജിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ അംഗമായിരുന്നു. അത് 11 പേർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ എന്ന് പറയുന്നത് കോളേജിലെ ഇവരുടെ സഹപാഠിയായിരുന്ന അനഘ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു അതിൻ്റെ ഗ്രൂപ്പ് അഡ്മിനായിരുന്നത്. ഈ 11 പേരടങ്ങുന്ന ഈ സംഘത്തിൽ നിന്നും 2 മാസങ്ങൾക്ക് മുന്നെയാണ് അമ്മു സജീവിനെ ഈ ഗ്രൂപ്പിൽ നിന്നും റിമൂവ് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പിലെ വിദ്യാർത്ഥികൾ ആരൊക്കെയാണോ ആ 10 പേർ അവരെ വിശദമായിട്ട് അന്വേഷണം നടത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ കുടുംബം പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഇതിന് മറ്റൊന്ന്, ഈ അമ്മു സജീവ് മരണപ്പെട്ട 15-ാം തീയതി നവംബർ 15-ന് എന്തു സംഭവിച്ചു എന്നുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം രാവിലെ 8 മണിക്കും അച്ഛനോട് സംസാരിച്ച അമ്മു വൈകിട്ട് 4 മണിക്ക് ശേഷം കോളേജ് ബസ്സിൽ കയറുന്നതിന് മുന്നേ തന്നെ സഹോദരൻ അഖിൽ സജീവിനോടും മെസ്സേജ് ഇട്ടിരുന്നു വാട്സപ്പിൽ. ഇതിനുശേഷമാണ് 4:30 അമ്മു കോളേജ് ഹോസ്റ്റലിൽ നിന്നും വീണ് മരണപ്പെടുന്നത്. ഇതിനിടയിൽ ഈ ദിവസം കോളേജിൽ എന്തു സംഭവിച്ചു എന്നുള്ളതിന് വളരെ നിർണായകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അമ്മു സജീവിൻ്റെ അച്ഛൻ സജീവ് ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ഈ ദിവസം ഈ 15-ാം തീയതി കോളേജിൽ ഈ സൈക്കാട്രി വിഭാഗം തലവനായിട്ടുള്ള പ്രൊഫസർ സജിയുടെ നേതൃത്വത്തിൽ ഒരു കൗൺസിലിംഗ് നടത്തിയിരുന്നു. അത് ക്ലാസ്സിലെ 50 കുട്ടികളെയും ഒരുമിച്ചിരുത്തിയുള്ള ഒരു കൗൺസിലിംഗ് ആയിരുന്നു. നിലവിൽ നേരത്തെ തന്നെ ഈ പ്രതികളായിട്ടുള്ള അഞ്ജന, അലീന, അഷിത ഈ പ്രധാനപ്പെട്ട 3 പേരുമായി ബന്ധപ്പെട്ട് ഈ മരണപ്പെട്ട അമ്മുവുമായി ബന്ധപ്പെട്ട് ഏറെ തർക്കങ്ങളുണ്ടായിരുന്നു. ഈ തർക്കങ്ങൾ വലിയ രീതിയിൽ നേരത്തെ തന്നെ മെമ്മോ നൽകുകയും 2 തവണ അമ്മുവിൻ്റെ അച്ഛൻ പരാതി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം വിളിച്ച് ഉപദേശിക്കുകയും രണ്ടാമത് ഈ കുട്ടികൾക്ക് കോളേജ് പ്രിൻസിപ്പൽ എൻ അബ്ദുൽ സലാം ഈ മെമ്മോ നൽകിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഈ തർക്കങ്ങൾ ഒരിക്കലും പരിഹരിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഒടുവിൽ ഈ സൈക്കാട്രി വിഭാഗം തലവൻ സജിയുടെ നേതൃത്വത്തിൽ ഒരു കൗൺസിലിംഗ് നടത്താമെന്നുള്ള ഒരു ധാരണയിൽ കോളേജ് പ്രൊഫസർ എൻ അബ്ദുൽ സലാം മാറിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 15-ാം തീയതിയാണ് ഈ മരണപ്പെട്ട അമ്മു സജീവ് മരണപ്പെട്ട ഈ ദിവസമാണ് കോളേജിൽ ഇപ്പോൾ ഈ കൗൺസിലിംഗ് നടത്തിയെന്നുള്ളതാണ് DYSP അമ്മു സജീവിൻ്റെ അച്ഛനോട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 50 കുട്ടികളെയും ഒരുമിച്ചിരുത്തി അല്ല കൗൺസിലിംഗ് നടത്തേണ്ടിയിരുന്നത്. ഈ ബന്ധപ്പെട്ട ആരൊക്കെയാണോ തമ്മിൽ ഈ തർക്കം ബന്ധപ്പെട്ട ഈ 9 പേരടങ്ങുന്ന ഒരു സംഘവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും അമ്മുവിനെ ഈ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചിരുന്നത്. ഇവരെ വിളിച്ച് മാത്രം ഒരു കൗൺസിലിംഗ് നടത്തേണ്ട ഒരു അധ്യാപകൻ, അത്രയും ഉത്തരവാദിത്തമുള്ള ഒരു സൈക്കാട്രി വിഭാഗം തലവൻ എന്തുകൊണ്ട് ക്ലാസ്സിലെ ഇത്രയും കുട്ടികളെ ഒരുമിച്ചിരുത്തി കൗൺസിലിംഗ് നടത്തി എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും ഈ പ്രൊഫസർ എൻ അബ്ദുൽ സലാം കോളേജ് പ്രിൻസിപ്പലിനെയും അതുപോലെ തന്നെ ഈ ആംബുലൻസ് ഉണ്ടായിരുന്നതുമായ ബന്ധപ്പെട്ട ഒരു ടീച്ചറുണ്ട് ലിഡ ഗ്രിഗോറി, അതുപോലെ തന്നെ ഈ സൈക്കാട്രി വിഭാഗം സജി ഈ 3 പേരെയും വിളിച്ച് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് പ്രധാനമായും കുടുംബം ആരോപിക്കുന്നത്. അതിൽ എടുത്തു സൂചിപ്പിക്കേണ്ടത് ഈ പ്രൊഫസർ സജിയെയാണ്. സജിയെ വിളിച്ചാൽ മാത്രമേ ഈ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ആ ദിവസം എന്തു സംഭവിച്ചു എന്നുള്ളത് എല്ലാ കുട്ടികൾക്കും ഒന്നിച്ച് കൗൺസിലിംഗ് നടത്തുന്നത് എന്തിനാണ് എന്ന ചോദ്യം പ്രസക്തമായ ചോദ്യമാണ് അമ്മുവിന്റെ അച്ഛൻ സജീവൻ
ഉന്നയിക്കുന്നത്. ഇപ്പോൾ 3 പ്രതികൾക്കും ജാമ്യം കിട്ടിയിരിക്കുകയാണ്.